അങ്ങനെയാണ് കോച്ചിങ്ങിന് പോവാതെ ഒരു പ്രൈവറ്റ് ജോലിയോടൊപ്പം പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിച്ചത്. അതിന് ഞാൻ എന്തൊക്കെ സ്റ്റഡി മെത്തേഡ്സാണ് സ്വീകരിച്ചത്, എന്തൊക്കെ ടെക്നിക്സാണ് ഞാൻ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത് എന്ന് തുടങ്ങിയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് കുറച്ചായി വിചാരിക്കുന്നു. ഇതെൻ്റെ ഫസ്റ്റ് സ്റ്റഡി വ്ലോഗ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ആൻസീസ് PSC ജേണിയിലേക്ക് സ്വാഗതം. വീഡിയോയിൽ ഞാൻ എൻ്റെ ഈവനിങ് സ്റ്റഡി റൊട്ടീൻ കൂടെ കാണിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് ഒരു പ്രൈവറ്റ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 207/2019, 26/2022 ഈ 2 ലിസ്റ്റുകളിലാണ് ഞാൻ ഇടം പിടിച്ചത്. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രിലിംസും മെയിൻസും ഒക്കെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു. ഞാൻ പ്രൈവറ്റ് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു ഇതിൻ്റെ രണ്ടിൻ്റെയും എക്സാമുകൾ വന്നുകൊണ്ടിരുന്നത്. COVID-19 ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സമയത്ത് 2020 മുതലാണ് ഞാൻ PSCക്ക് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത്. അതിന് മുന്നേ PSC എക്സാമുകൾ അറ്റൻഡ് ചെയ്യുമെങ്കിലും ഞാൻ വളരെയധികം സീരിയസ് ആയിട്ടിരുന്ന് പഠിച്ചിട്ടൊന്നും അല്ല പോയി അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. 2020 മുതൽ ജോലി വേണം, ഒരു ഗവൺമെൻറ് ജോലി വേണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി പഠിച്ചു തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ടൈം പ്രിലിംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എക്സാം ആയിരുന്നു അത്. അന്നത്തെ 10th പ്രിലിംസിൻ്റെ എല്ലാ എക്സാമുകളുടെയും മെയിൻ എക്സാമിനായിട്ട് ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുണ്ടായിരുന്നു. അതായത് LDC, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, ഫീൽഡ് വർക്കർ തുടങ്ങിയിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും പ്രിലിംസ് ക്വാളിഫൈഡ് ആയി. LDCയുടെ മെയിൻ എക്സാം മാത്രമേ ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പ്രിലിംസ് മാത്രമാണ് ക്വാളിഫൈഡ് ആയത്. പിന്നെ ഫീൽഡ് വർക്കർ എന്തോ ക്വാളിഫിക്കേഷൻ്റെ ബേസിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് ഇപ്പോഴാണ് ഈ ഇടയ്ക്കാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. അതിൽ പിന്നെ ക്വാളിഫൈഡ് ആയിട്ടില്ല, മെയിൻ എക്സാം ക്വാളിഫൈഡ് ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം മെയിൻ എക്സാമുകൾ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് ഈ പ്രൈവറ്റ് കോളേജ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. പ്രൈവറ്റ് കോളേജ് ആകുമ്പോൾ നമുക്കറിയാം ഒരുപാട് വർക്ക് ലോഡ് നമുക്കുണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞുണ്ട്, എനിക്ക് ഒരു മോനുണ്ട്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ടൈം മാനേജ് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന സമയമാണ്. പക്ഷേ നമുക്ക് ജോലി വേണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യം ഉണ്ട് എങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സമയം നമ്മൾ തന്നെ കണ്ടെത്തും. അങ്ങനെ ഞാൻ മെയിൻ എക്സാം അറ്റൻഡ് ചെയ്തു. മെയിൻ എക്സാം അറ്റൻഡ് ചെയ്തെങ്കിലും എന്തൊക്കെയോ കുറച്ച് പാകപ്പിഴകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിചാരിച്ചത്ര സ്കോർ ചെയ്യാനൊന്നും പറ്റിയില്ല. എങ്കിലും ഞാൻ സപ്ലിമെൻ്ററി ലിസ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. വിചാരിച്ച റാങ്കിലൊന്നും എത്താൻ കഴിഞ്ഞില്ല എനിക്ക്. എക്സാമിന് ശേഷം എനിക്ക് മനസ്സിലായി എന്നിലുള്ള പോരായ്മകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒന്നാമതെന്ന് പറയുന്നത്, ഞാൻ മോക്ക് ടെസ്റ്റുകൾ ഒരുപാടൊന്നും അറ്റൻഡ് ചെയ്യില്ലായിരുന്നു. അത് OMR വെച്ച് ഞാൻ എക്സാമുകളൊന്നും അറ്റൻഡ് ചെയ്യില്ല. അപ്പോൾ ആ ഒരു എക്സാം എക്സ്പീരിയൻസ് എന്നിൽ കുറവായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് മാർക്ക് കുറയണം എന്നൊന്നുമില്ല. എനിക്ക് എൻ്റെ പോരായ്മയായിട്ട് തോന്നിയ കാര്യമാണത്. പിന്നൊന്ന്, ആ ടൈമിൽ ഞാൻ എൻട്രിയുടെ കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻട്രിയുടെ ക്ലാസ്സുകൾ വളരെ യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത്. 5 ക്ലാസ്, മാക്സിമം 6 ക്ലാസ് ഒക്കെ അവർ അപ്ലോഡ് ചെയ്യും. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അത് പഠിച്ചാൽ മതി. ഒരു കുഞ്ഞ് മാത്രം ആയതുകൊണ്ട് അന്ന് അത്രയും സമയം എനിക്ക് പഠിക്കാനായിട്ട് കിട്ടുമായിരുന്നു. ജോലിയോടൊപ്പം അതുകൂടെ പഠിക്കാനുള്ള സമയം കിട്ടുമായിരുന്നു. ഞാനൊരു ബേസ് PSCയിൽ ഉണ്ടാക്കിയെടുത്തത് എൻട്രി ആപ്പിലൂടെ തന്നെയാണ്. ആ ഒരു ടൈമിൽ ഞാൻ വർക്ക് ചെയ്തു പഠിച്ചതുകൊണ്ട് തന്നെയാണ് എനിക്കൊരു ബേസ് ഉണ്ടായി വന്നത്. പിന്നെ അതിനുശേഷം 2022 ഡിഗ്രി പ്രിലിംസ് ക്വാളിഫൈഡ് ആയി. അപ്പോൾ ക്വാളിഫൈഡ് ആയത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിനായിരുന്നു. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻ എക്സാം എഴുതി. അതിലും ഞാൻ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് വന്നിട്ടുള്ളത്. അതെനിക്ക് വലിയ നിരാശയായിട്ട് തോന്നി. കാരണം ഞാൻ അത്രത്തോളം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും എന്തൊക്കെയോ കുഴപ്പങ്ങൾ കാരണം എനിക്ക് നഷ്ടമായി. എക്സാം ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസും തെറ്റിക്കാനുള്ളൊരു ഇതുണ്ടാവും. എക്സാം ക്ലിയർ ചെയ്തു എങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ എത്താൻ പറ്റാത്തതിൻ്റെ ആ ഒരു നിരാശയിൽ ഞാൻ പിന്നെ പഠിത്തം അവിടെ വെച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്തു. എനിക്കിത് വിധിച്ചിട്ടില്ല എന്നൊരു ഭാവത്തിൽ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ 2024 ഡിഗ്രി പ്രിലിംസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പ്രിലിംസ് ഞാൻ എഴുതി. അത് ഞാൻ ക്വാളിഫൈഡ് ആയി. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം മെയിൻ എക്സാം അറ്റൻഡ് ചെയ്തു. അതിൽ ഞാൻ വിചാരിച്ചത്ര പെർഫോം ചെയ്തില്ലെങ്കിലും അത്യാവശ്യം മാർക്ക് എനിക്ക് നേടാൻ സാധിച്ചു. എന്ന് വിചാരിച്ച് കട്ട് ഓഫ് ഒന്നും ക്ലിയർ ചെയ്തിട്ടില്ല ഞാൻ. എങ്കിലും അത്രയും മാർക്ക് സ്കോർ ചെയ്തപ്പോൾ വീണ്ടും എനിക്കൊരു ആത്മവിശ്വാസം വന്നു. എന്തായാലും എനിക്കും സാധിക്കും എന്നൊരു ആത്മവിശ്വാസം തോന്നി. അങ്ങനെ ഞാൻ വീണ്ടും പഠിച്ചു തുടങ്ങി. ഇപ്പോൾ ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സ് എന്നുള്ള ആപ്പ്, അതിനകത്ത് കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലെയും കോഴ്സ് വളരെ നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് അത് പഠിച്ചു തീർക്കാനുള്ള സമയം കിട്ടിയില്ല. ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്ന ക്ലാസ്സുകൾ എനിക്ക് പഠിച്ചു തീർക്കാനുള്ള സമയം കിട്ടുന്നില്ലായിരുന്നു. എക്സാമുകൾ എഴുതിയ ആ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു വിശ്വാസം, നമുക്ക്
ഇപ്പോൾ ഒരു ബേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോച്ചിങ്ങിന് പോകണം എന്ന് നിർബന്ധമില്ല. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്റ്റഡീസ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ നമ്മൾ ഫോളോ ചെയ്യണം. അതുപോലെ റിവിഷൻസ് നടത്തണം. പിന്നെ ഗവൺമെൻറ് ജോലി കിട്ടുക എന്നുള്ളത് അതൊരു ലോങ് പ്രോസസ്സാണ്. എല്ലാവർക്കും അതൊരു ലോങ് ടൈം പീരീഡ് എടുക്കുമെന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങളെ നോക്കി പ്രൈവറ്റ് ജോലിക്ക് പോയി പഠിക്കുന്ന അമ്മമാർക്ക് കുറച്ച് സമയം എടുക്കാം. എന്തായാലും അതിനുള്ള കോൺഫിഡൻസ് കളയാതെ എല്ലാവരും വീട്ടിലിരുന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 ഡിഗ്രി പ്രിലിംസ് പാസ്സാവും, ക്വാളിഫൈഡ് ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഡിഗ്രി മെയിൻസിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഡിഗ്രി മെയിൻസിൻ്റെ ക്ലാസ്സുകൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ എൻ്റെ ചാനലിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഷോർട്സായും വീഡിയോസായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം.